അങ്ങനത്തെ ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്. ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, കാരണവന്മാരായിട്ട് ഭംഗിയുണ്ട്, കോലമുണ്ട്, കണ്ണാടിയിലും നോക്കാറില്ല. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. വണ്ടി എടുത്തിട്ടാണ് പോണത്. അരുണേട്ടന് ഒരേ ഒരു നിർബന്ധം, ഇന്ന സുന്ദരിയായിട്ട് കാണണം. എന്താടാ അപ്പം അങ്ങനെയാണ്. ഈ മാവിൻ്റെ മുകളിൽ അണ്ണാനാട്ടോ കൂട് കെട്ടിയതൊന്ന് ഒരു അണ്ണാൻകുട്ടീനെ എടുക്കണം. മുഖമൊക്കെ തടിച്ചിട്ട് അങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോവാണ്. കയറട്ടെ? വൺ സൈഡ് അല്ല കേട്ടോ, അല്ല ഡബിൾ സൈഡ് അല്ല കേട്ടോ. അങ്ങനെ എന്നിട്ട് കുറച്ച് മേക്ക് ഓവറിൻ്റെ ആവശ്യമുണ്ട്. ചെവിൻ്റെ ഫ്രണ്ട് മാത്രം ഈ സ്ട്രൈറ്റ് മറ്റേ കേളിയിലൊക്കെ ബാക്കിലുള്ള ഫ്രണ്ടിൽ മറ്റേ സ്ട്രൈറ്റ്. അങ്ങനെ മുടി കളർ ചെയ്തു. ഞാൻ ബർഗണ്ടി നോക്കി. ഇതിന് ബർഗണ്ടി എന്നാണ് പറയാ. എന്താന്ന് വെച്ചാല് അത് ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ച് കിട്ടും. അന്ന് മണിയേട്ടൻ ചെയ്തിട്ട് 1 വർഷം പോലെ എനിക്ക് കിട്ടിയേക്ക്. അപ്പം അതേ മുടിയൊക്കെ കളർ ചെയ്തു. വീഡിയോ ഞാൻ ഈ വയറ്റിൽ പോകുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലല്ലോ. പണി പോയി പണിയില്ല ഗായ്സ്. അപ്പം അങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാർലറിൽ നിന്നാണ് ചെയ്തത്. കുറേ ആയി ചെയ്യണമെന്ന്. എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവനിപ്പോൾ എറണാകുളത്താ. അവനുണ്ടെങ്കിൽ ഞാൻ 5 പൈസ ഒന്നിനും മുടക്കണ്ട. അവൻ്റെ പാർലറിൽ പോവുക, എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക, ചായ മേടിച്ച് കുടിക്കുക, തിരിച്ചു പോവുക. പക്ഷെ ഇതെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അവന് എറണാകുളമാണ്. എൻ്റെ മുടി അവന് ഒരു മനുഷ്യനെ കൊണ്ട് തൊടാൻ സമ്മതിപ്പിക്കൂല. അവന് ഈ പലർക്കും ഉള്ളൊരു സംഭവം, പല ആണുങ്ങൾക്കും ഉള്ളൊരു സംഭവം. ഈ മുടി എന്ന് പറയുന്നത് എന്തോ ഭയങ്കരമായിട്ട് പറയുന്നത് കേൾക്കാം. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനും അങ്ങനെയാ. മുടി കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ തൊണ്ടക്കും തള്ളക്കും വിളിക്കും. അപ്പോൾ ജോസിനേക്ക് ചെറുതായിട്ടൊന്ന് മുടി വെട്ടിയിട്ടുണ്ട്, ഒന്ന് ഷേപ്പ് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് മുടി വെട്ടാതെ അലങ്കോലാക്കി ഇടുന്നില്ല, എനിക്കിഷ്ടം. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് കളറിങ്ങൊക്കെ കഴിഞ്ഞു. ഉള്ളിലേക്കാട്ടോ, പിന്നെ കാണുന്ന പോർഷൻ അങ്ങനെയില്ല. ഞാൻ വീണ്ടും വണ്ടി എടുത്തു ഗായ്സ്. ഇപ്പൊ കാണാം ഗായ്സ്. നീ വീണ്ടും
കാറും വണ്ടി ഒരേ സമയത്ത് കയറ്റിടാൻ പറ്റാത്തതിനെ കൊണ്ട് പുറത്ത് നിർത്തിയാണ് അടിക്കല അപ്പൊ അങ്ങനെയാണ് അതെങ്ങനെയാണ് കാര്യങ്ങള്. പക്ഷെ നല്ല രസം ബ്യൂട്ടി പാർലറിന് ശേഷം എന്റെ കോസ്റ്റ്യൂമിന് അടിപൊളി ഉണ്ടാവില്ലേ. അങ്ങനെയാണ് ഗൈസ്. എന്നാ പിന്നെ ബൈ പറയട്ടെ, വീട്ടിലോട്ട് പോട്ടെ കേട്ടോ. ഒരു ബൈ പറ.